നമ്മളൊരു സ്റ്റുഡിയോയിൽ 7 to 1, 2 to 9 രണ്ട് കോൾ ഷീറ്റാണ് എപ്പോഴും. അപ്പം 7 to 1 കോൾ ഷീറ്റ് ആണെങ്കിൽ ആരൊക്കെ ശരത്തായാലും ജോൺസേട്ടനായാലും ആരായാലും സിംഗേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ അടുത്ത് പറയും ഒരു 9:30 വരാൻ പറയും, അല്ലെ ഒരു 10 മണിക്ക്. നമ്മൾ 10 മണിക്ക് വരുമ്പോൾ കാണുന്നത് ഈ ഓർക്കസ്ട്രക്കാർക്കെല്ലാം അവിടെ വെച്ചാണ് ഇൻസ്റ്റൻ്റായിട്ടാണ് ഇവർ ഈ BGMs ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ വയലിൽ ഒരാൾ വന്നിരിക്കും, അപ്പോൾ നോട്ട്സ് മുഴുവൻ വയലിൽ, അത് കഴിഞ്ഞിട്ട് തബല, അത് കഴിഞ്ഞിട്ട് കീബോർഡ്, എല്ലാവരും ഓരോ ആൾക്കാർ വന്നിരുന്നിട്ട് അവർക്ക് നോട്ട്സ് മുഴുവൻ കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബ്രേക്കാണ്. എന്നിട്ട് വീണ്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അകത്ത് കയറിയിട്ട് ഗ്രൂപ്പായിട്ട് നോക്കും. ഈ ഗ്രൂപ്പായിട്ട് ഒരു പ്രാവശ്യം നോക്കി കഴിയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ മാഷായാലും ആരായാലും മ്യൂസിക് ഡയറക്ടർ നമ്മുടെ മുറിയിലോട്ട് വരും. ചിലപ്പോൾ ചിത്രയായിരിക്കും. ചിത്ര എപ്പോഴും ഒരു ടേപ്പ് റെക്കോർഡിൽ കൈ കാണും, പലർക്കും കാണും. പക്ഷെ ഞാൻ ഇന്ന് വരെ ഒരു ടേപ്പ് റെക്കോർഡർ യൂസ് ചെയ്തിട്ടേ ഇല്ല. പാട്ട് പറഞ്ഞു തരുമ്പോൾ അപ്പം തന്നെ നമുക്ക് കിട്ടുന്ന ഒരു 5-10 മിനിറ്റാണ്. അതിൽ കൂടുതൽ പഠിക്കാൻ കിട്ടില്ല. ഈ 10 മിനിറ്റിനിടയിൽ ഞാൻ നൊട്ടേഷൻസ് എഴുതും. പക്ഷെ ചിത്ര നൊട്ടേഷൻ എഴുതുമെങ്കിലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി അത് എടുത്തു വയ്ക്കും. പക്ഷെ അത് എനിക്കൂടെ ഒരു സേഫ്റ്റിയാണ്. ഓർക്കസ്ട്ര എല്ലാം സെറ്റായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തിയേറ്ററിൻ്റെ നടുക്ക് വന്ന് നിന്നിട്ട് ഈ ഓർക്കസ്ട്രയുടെ കൂടെ പാടും. അതൊരു വലിയൊരു അനുഭവമാണ്. അവിടെ ആ തിയേറ്ററിൽ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീൽ, അതായത് ഒരു 25 വയലിൻ, ഒരു 15 വിയോളോ, ഒരു 3 ചെല്ലോ, ഒരു ഡബിൾ ബാസ്, അതൊക്കെ വെച്ച് കേൾക്കുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്ന ഒരു ഫീലുണ്ട്. അത് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന് അത് ഞാൻ ട്രാക്ക് പാടിയായിരുന്നു. അന്ന് കിട്ടിയൊരു ഫീൽ ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് പിന്നെ ബാലൻസിങ് ആണ്. ബാലൻസിങ് കഴിഞ്ഞ് പിന്നെ നമ്മൾ വന്ന് കയറുമ്പോഴത്തേക്ക് ചിലപ്പോൾ മറന്നുപോകും ഈ നൊട്ടേഷൻ എഴുതി. അപ്പോഴാണ് ഈ ടേപ്പ് റെക്കോർഡിൻ്റെ ഗുണം നമ്മൾ അറിയുന്നത്. അപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടേക്ക് നമ്പർ 1, 2, അതിനു മുമ്പ് 1 മണിക്ക് മുമ്പ് പാട്ട് കഴിയും. ദാസേൻ്റെ കൂടെ പാടിയിട്ടുണ്ട്, ചിത്ര, സുജാത, സുശീലാമ്മ, ജാനകി അമ്മ, എല്ലാവരുടെ കൂടെ ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ ഹിന്ദിയിൽ ലതാ മങ്കേഷ്കർ, അതുപോലെ ആശാ ഭോസ്ലെ, ഉദിത് നാരായണൻ, ഇവരുടെ കൂടെ എല്ലാം ഞാൻ പാടിയതാണ്. ഹരിഹരൻ സാറ്, ശ്രേയ ഘോഷല്, മഞ്ചേരി, ഒരുപാട് പേര്. കാരണം എല്ലാവർക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഭയങ്കര സൗഹൃദമാണ്. കാരണം അവന് തെറ്റണം അല്ലെങ്കിൽ ഇവക്ക് ശരിയാവണം, അങ്ങനല്ല, ഒരു കോമ്പറ്റീഷനാണ്. അങ്ങനെ പല പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ. കാരണം ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഞാൻ ചിത്രമായിട്ടായിരുന്നു. കാരണം ചില പാട്ടുകൾ പറഞ്ഞു തരുമ്പോഴത്തേക്ക് ഞങ്ങളിത് കേട്ടിട്ട് പാടാൻ നേരത്ത് ഞാൻ വിചാരിക്കും ലാസ്റ്റിൽ ടേക്ക് സമയത്ത് ഇവിടെ അളകാപുരിയിൽ അഴകിൻ പനിയിൽ ഒരു നാൾ ഞാൻ വരും. അതിനകത്ത് ഞാനൊരു നല്ല സംഗതി മനസ്സിൽ ആലോചിച്ച് വെച്ചു. പല്ലവി കോമൺ ആണ്, അനുപല്ലവി ഞാൻ, ചരണം ചിത്ര, പിന്നെ അങ്ങനെ വരും. നോക്കിയപ്പോൾ ഞാനൊരു സംഗതി നോക്കി വെച്ചു, അത് പാടിയിട്ട് ഞാൻ വലിയ കാര്യത്തിൽ നോക്ക് എന്ന് പറഞ്ഞ് നിന്നപ്പോൾ ഒരു അണുകുണ്ട് സംഗതി, അതുവരെ പാടാത്ത ഒരു സംഗതി ഇട്ടിട്ട് ഞാൻ കീറിപ്പോയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു രക്ഷയില്ല. അത് ഒരു സ്പിരിറ്റാണ്, ഇറ്റ്സ് എ കോമ്പറ്റീഷൻ. അതാണ് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ. അത് അന്ന് ഒരുപാടുണ്ടായിരുന്നു. ഇന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണ് നമ്മുടെ കൂടെ പാടുന്നുള്ളത് നമ്മൾ അറിയത്തേ ഇല്ല. ഫിലിം ഇറങ്ങുമ്പോൾ അറിയാം, നേരാണല്ലേ. പറഞ്ഞു പോയി കഴിഞ്ഞാൽ കീർത്തി ഇന്നും നാളെയും മറ്റന്നാളും തീരില്ല.